കാതങ്ങൾക്കകലെയിരുന്ന് നാട്ടിൻപുറത്തെ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ വഴി നിയന്ത്രിക്കുകയും മാസം തോറും അതിലേക്ക് കൃത്യമായി പണമെത്തിക്കുന്നവരുമാണ് പ്രവാസികൾ. പൗരത്വം തെളിയിക്കുന്ന ആധികാരിക രേഖയായ പാസ്പോർട്ട് സ്വന്തമാക്കി മാത്രം കടൽ കടന്നവർ. മൊബൈൽ സിം കാർഡ് ഒരാളുടെ തിരിച്ചറിയൽ രേഖയാണെന്ന് പഠിപ്പിക്കുന്ന സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് അവർ പണിയെടുക്കുന്നത്. കാലം ഇത്രയൊക്കെ മാറിയിട്ടും നാട്ടിലെത്തിയാൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്നതിനോട് ഗൾഫ് പ്രവാസികൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യുന്ന കാര്യം നടക്കില്ല. നമുക്ക് ഓൺലൈൻ വോട്ടാ നടക്കുള്ളൂ. ഇവിടുന്ന് എല്ലാവർക്കും നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ വോട്ട് ചെയ്യണം നിർബന്ധമായിട്ടോ. അതിന് വേണ്ടുന്ന എന്ത് വേണ്ടെങ്കിലും നമ്മൾ ചെയ്യും. ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തോടുവരെ ഒരു കാലത്ത് മുഖം തിരിച്ചു നിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താമസിയാതെ ഓൺലൈൻ വോട്ടും അംഗീകരിക്കുമെന്നാണ് ഗൾഫുകാരുടെ പ്രതീക്ഷ. മുന്നേ നമ്മൾ ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. ഇപ്പം എല്ലാവരും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതേപോലെ ഓൺലൈനും അംഗീകരിക്കാമല്ലോ. വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ അവകാശങ്ങളും ആവശ്യങ്ങളും നിരാകരിക്കപ്പെടുന്ന പ്രവാസികൾ ഓൺലൈൻ വോട്ട് അനുവദിക്കപ്പെടുമ്പോൾ മാത്രമേ പാർട്ടികളുടെ പ്രകടന പത്രികയിലെങ്കിലും സ്ഥാനം പിടിക്കൂ എന്ന് ഭൂരിപക്ഷം പ്രവാസികളും തിരിച്ചറിയുന്നു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.